നമ്മളിന്ന് റാസൽ ഖൈമയിലേക്ക് പോവുകയാണ്. അപ്പം കസിനും ഫാമിലിയും വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവരെ ഒന്ന് പോയി മീറ്റ് ചെയ്യണം. അവർ നെക്സ്റ്റ് മന്ത് തിരിച്ച് നാട്ടിലേക്ക് പോകും. അതിനു മുമ്പേ ജസ്റ്റ് ഒന്ന് പോയി അവരൊന്ന് കണ്ടിട്ടൊക്കെ വരാം. അങ്ങനെ നമ്മൾ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറേ മ്യൂസിക് കേട്ടു, പുറത്തുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. അങ്ങനെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അപ്പം ദുബായിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദുബായ്, ഷാർജ, അജ്മാൻ, ലാസ്റ്റ് നമ്മുടെ റാസൽ ഖൈമയിലേക്കാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന അടുത്തുനിന്ന് ഏകദേശം ഒരു 1 അവർ ഒക്കെ ഉണ്ട് നമ്മൾ പോയിന്റിലേക്ക് എത്താൻ. റാസൽ ഖൈമ ബോർഡർ എത്തിയതിന് ശേഷം ഫുള്ള് ഒരു പച്ചപ്പ് മയമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മളൊരു അരുവിയൊക്കെ കണ്ടു. ഫുള്ളൊരു ഗ്രീനറി എഫക്റ്റ്, ഒരു നമ്മൾ നാട്ടിലൊക്കെ എത്തിയ ഒരു ഫീലിങ്സ് ആയിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ. പിന്നെ ഇതാണ് നമ്മുടെ റാസൽ ഖൈമ മോള്. സംഭവം ഒട്ടും തിരക്കില്ല കേട്ടോ. ഒരു മോളിൽ നമ്മൾ നോക്കുമ്പോൾ ആൾക്കാരും തിരക്കും വണ്ടികളും കാര്യങ്ങളായിട്ട് അങ്ങനത്തെ ഒരു തിരക്കും ഇല്ലാത്തൊരു കാമൻ ക്വയറ്റായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു ഇവിടെ മൊത്തം. ലാസ്റ്റ് നമ്മൾ സ്പോട്ടിൽ എത്തിയേക്കാണ്. ഇതാണ് അവരുടെ വീട്. അപ്പോൾ നമ്മൾ എത്തിയിട്ട് നമ്മൾ പുറത്തൊന്ന് വെയിറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ ചേച്ചിയൊന്ന് വിളിക്കുകയാണ്. ചേച്ചി ജസ്റ്റ് ഒന്ന് ഗേറ്റിൻ്റെ വെളിയിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞിട്ട്, നമ്മൾ പുറത്ത് നിൽക്കുന്ന കാര്യം ആർക്കും അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗേറ്റിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ആവുമല്ലോ. അപ്പം ഇതായിട്ട് ഒരു ചെറിയ ഒരു വീട് തന്നെ, നമ്മൾ നാട്ടുപ്രദേശം എന്നൊക്കത്തെ ഒരു വീട്. അതിൻ്റെ വെളി മൊത്തം ഇവിടെ കൂടുതലും കാണുന്നത് ഈ വേപ്പിൻ മരങ്ങളാണ്. മൊത്തം വേപ്പിൻ മരങ്ങളാണ് കേട്ടോ. പട്ടികളുണ്ട് ഇവിടെ. ഒരു പട്ടി, 2 പട്ടി. റാസൽ ഖൈമയിലെ വലിയ കൊട്ടാരത്തിൽ ഞാൻ ഒറ്റയ്ക്ക് വരുന്നത്. മീനൊക്കെ ഉണ്ട്. എല്ലാരും ഉണ്ട്. അല്ല, യൂട്യൂബിലിടാൻ വേറെ ആർക്കും കാണിച്ചു കൊടുക്കത്തില്ല. ആഫ്റ്റർ എ ലോങ് ടൈം, ഏകദേശം ഒരു 1.5 2 ഇയറോളം, 2 ഇയറൊക്കെ ആയി കാണും. 2 ഇയറൊക്കെ ആയിട്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനൊരു മീറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും അതിൻ്റേതായിട്ടുള്ള വിശേഷങ്ങൾ പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ വീട് മൊത്തം ജസ്റ്റ് ഒന്ന് കണ്ടു. ഒരു സൂപ്പർ വീട് കേട്ടോ. ഒരു ചെറിയ ഒരു വീട്, 2 ബെഡ്റൂമും ഒക്കെ ഉള്ള ഒരു ചെറിയ ഒരു വീടാണ്. എന്തായാലും നല്ല രസമുണ്ട്. നാട്ടിലത്തെ ഒരു വീട്ടിൽ വന്ന കണക്കത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ച് ഉച്ചയായിട്ടുണ്ട്, അപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന്. അങ്ങനെ ഇവിടെ എല്ലാവരും റെഡി ആവുകയാണ്. പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റെഡി ആവലാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ ചേട്ടൻ്റെ മെയിൻ ഒരു ഹോബിയാണ് കേട്ടോ ഈ ഫിഷിനെയൊക്കെ വളർത്തുന്നത്. കാരണം അവിടെ ഇവിടെയൊക്കെ മീനെ വളർത്തുകയാണ്. ഒരു സ്ഥലങ്ങളിലും വെറുതെ വിട്ടിട്ടില്ല. എല്ലാ സ്ഥലത്തും മീനെ വളർത്തുന്നുണ്ട്. പിന്നെ 2 പട്ടിക്കുട്ടികൾ അങ്ങനെയൊക്കെ ആയിട്ട്. ഇനി നമുക്ക് ഒന്ന് ഫുഡ് അടിക്കുക. നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും. ലാസ്റ്റ് നമ്മൾ ബാക്ക് ടു റൂമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഷോപ്പിൽ കയറി ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മളിനി തിരിച്ച് റൂമിലേക്ക്. ഓക്കെ ഗായ്സ്, ബൈ.